ഇത് 2016 മഹീന്ദ്രയുടെ ജീത്തോ ഗുഡ്സാണ് വണ്ടി. ഒറ്റ ഓണർഷിപ്പാണ്, പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. 2018 പ്രൈവറ്റ് വണ്ടിയായത്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഒന്നിനടുത്തായിട്ടുണ്ട്. ഇത് 2015 വണ്ടിയാണ്. ഇതും പേപ്പറുണ്ട്, വണ്ടി കണ്ടീഷനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെയെന്ന് വെച്ചാൽ ഏത് മെക്കാനിക്കിനെ വേണമെങ്കിലും അവർക്ക് കൊണ്ടുവന്ന് കണ്ട് വണ്ടി ബോധ്യപ്പെട്ടിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇത് 2023 ആയത്. 23 ഓട്ടോ, പുതിയ പേപ്പർ, ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഈ മാസത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പോൾ പഴയ പോലെ കടകളിൽ വണ്ടികൾ വലുതായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോയും എണ്ണക്കുറവുകളുണ്ട്. തുടർന്ന് വീഡിയോകൾ ഉണ്ടാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരും ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തൊന്നും പൊക്കളയില്ല, വീഡിയോ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്. കടകൾ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തല്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഒരു 1,70,70,000 രൂപ മേളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രഷർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ല ഓട്ടോറിക്ഷ, വെള്ളിമുങ്ങ, അതേപോലെ ജീത്തോ തുടങ്ങിയൊക്കെ കിടക്കുന്ന ജയണൻ്റെ ശബരി ഓട്ടോസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ചാത്തന്നൂരാണ്, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് ചാത്തന്നൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്ത് വർക്ക് ചെയ്തിടുന്ന വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന വണ്ടികൾ എടുക്കാവുന്നതാണ്. പണിയെടുക്കുമ്പം അതിൻ്റേതായ ചില്ലറ കൂടി അതിനകത്താവും, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റേറ്റ് നോക്കുമ്പം ചിലപ്പോൾ മറ്റൊരു കടയെ വെച്ചിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം കാണും. പക്ഷേ എന്നിരുന്നാൽ പോലും വണ്ടി അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ടാണ് പുള്ളി കൊടുക്കുന്നതെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. ഇതുവരെ ആരും അങ്ങനെ മൈനസായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ കിടക്കുന്ന സ്റ്റോക്ക് വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ ചെയ്യണോ? നമസ്കാരം. നമസ്തേ. എങ്ങനെയുണ്ട്? ഇലക്ഷൻ ബേസ് ചെയ്തും ബാക്കി പരിപാടിയൊക്കെ, നിങ്ങൾ ഇലക്ഷൻ പരിപാടിയൊക്കെ ഉള്ള വ്യക്തിയായിട്ട് അതുകൊണ്ട് ആഗ്രഹം ചോദിച്ചത്. കുഴപ്പമില്ല സമയമേ. ഓക്കെ, ഇപ്പം അടുത്ത പുതിയ സ്റ്റോക്ക് വന്നതിൽ 1,70,70,000 അല്ലേ? ഏറ്റവും കുറഞ്ഞ. നമ്മുടെ സ്ഥലം, കറക്റ്റ് സ്ഥലം എവിടെയാണ്? കല്ലുവാതുക്കലാണ് സ്ഥലം. കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ. കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞാൽ ഈ വളവ് വീഴുന്ന ജംഗ്ഷനാണ് കല്ലുവാതുക്കൽ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കല്ലുവാതുക്കൽ ജംഗ്ഷൻ. പിന്നെ കൊല്ലത്തു നിന്ന് വരുമ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡാണ്. ഓക്കെ, നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. ഇത് 2017-18 വണ്ടിയാണ്. ഇത് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം 2021 ടെസ്റ്റ് തീർന്ന വണ്ടിയാണ്, ഓടാതെ നടന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മളെടുത്ത് ഫുൾ പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. പെയിൻറ്റിങ് വർക്കും എല്ലാം കഴിഞ്ഞു, എല്ലാ വർക്കും കഴിഞ്ഞാൽ ഇനി ടെസ്റ്റ് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 2,25 കൊടുക്കാം. ഇതിൻ്റെ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ പറയാൻ പറ്റുമോ? 120ഓളം കിലോമീറ്റർ ഓടിയതാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുകളാകുന്നുണ്ട്, കുഴപ്പമില്ല. വേറെ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്, അത് പിന്നെ ഞാൻ തന്നെ മാറ്റിച്ചതാണ്. ഫ്രണ്ട് ഗ്ലാസ് എത്ര? 1,22 കണ്ട് ഓടിയതാണ്. അല്ലല്ല, എത്ര ചോദിക്കുന്നത്? 2,25. ഫുൾ പേപ്പർ പുതിയത് എടുത്ത് കൊടുക്കും. ഇത് 2023 ആയത്. 23 ഓട്ടോ, ഫുൾ പുതിയ പേപ്പർ, ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഫസ്റ്റ്. ഓക്കെ, വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വർഷം പേപ്പറുണ്ട്. ഫ്ലോറും ഒക്കെ നല്ല പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയായിട്ടുണ്ട്. ഇത് കിലോമീറ്റർ 59,000. ഓക്കെ, ഞാൻ കണ്ടു. എത്ര ചോദ്യം? ഇത് 2,30. 2,30. 2,500 രൂപയ്ക്ക് കൊടുക്കും. 2,25,000 രൂപയ്ക്ക് കൊടുക്കും. ലാസ്റ്റ് പ്രൈസാണ്. അതെ, ഇത് 2024 മാക്സിമൈസ്ഡ് ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ അതിലുണ്ടെങ്കിൽ 17,000 അല്ലേ? 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ. അധികം ഓടിയിട്ടില്ല, വണ്ടി ഓടിയിട്ടില്ല. വണ്ടി ഈ സീറ്റ് ഒന്ന് വൃത്തിയാക്കി കുറച്ചുകൂടി ഒട്ടിക്കേണ്ടി വരും, അതല്ലേ ഒട്ടിച്ചു കൊടുക്കും. അതെ. എത്ര ചോദ്യം? ഇത് 2,00,000 രൂപ. 2,00,000. നെക്സ്റ്റ്, ഇതും 2024 തന്നെ. ഇത് ബോഡിയൊക്കെ ഫുള്ള് പണിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ.
ഫസ്റ്റ് തന്നെ ബാക്ക് സീറ്റൊക്കെ നല്ല സ്റ്റൈലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഡിക്കി എല്ലാം ചെയ്ത വണ്ടിയാണ് ഇത് 26,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 26,000. വണ്ടിക്കകമൊക്കെ വളരെ നീറ്റായിട്ടുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല 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 ഇല്ല. എത്ര ചോദ്യം? ഇത് 2,15,000 രൂപ. 2,15,000. ഇതും 2022. ഡീസലോ പെട്രോൾ? ഡീസൽ. ആ അതും വണ്ടിക്കകം ഈ വണ്ടിയെല്ലാം നല്ലപോലെ വർക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഇത് നമുക്ക് നോക്കി പറയേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കാര്യം. വണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ട് കിടക്കല്ലേ, വണ്ടി ഒന്നും കഴുകിയിട്ട് പോലും ഇല്ല. 57,000 കിലോമീറ്റർ ഓടി അല്ലേ? ആ അതെ അതെ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? ഇത് 2,05,000 രൂപ. പേര് മാറി കൊടുക്കുന്ന റേറ്റാണ് പറയുന്നത്. പേര് മാറി കൊടുക്കുന്ന റേറ്റ്. ഇതും 2016 വണ്ടിയാണ്. ഇത് ഇൻഷുറൻസ് ഉണ്ട്, പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് കണ്ട നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് പണികളുണ്ടായിരുന്നു, പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ട് അടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പുറ സൈഡെല്ലാം കണ്ടോ, നമ്മൾ കൊണ്ടുവന്ന പാച്ച് വർക്കായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ടയറൊക്കെ കണ്ടോ മോശമാണ്, ആ ടയറൊക്കെ മാറ്റി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. ഇതെന്താ ഫ്ലോറിൽ? അത് സർവീസ് ചെയ്തില്ല, പാച്ച് വർക്ക് ചെയ്തതാണ്. ഓക്കെ. എത്ര വൃത്തിയുള്ള വണ്ടിയാലും നമ്മൾ എടുത്തുകൊണ്ട് വന്ന് പാച്ച് വർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇതെന്തോ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഓർമ്മയില്ല, നോക്കിയില്ല. ഓക്കെ. പണി കഴിഞ്ഞില്ലല്ലോ. ടയറെല്ലാം മാറി കൊടുക്കും? ആ അത് ടയറൊക്കെ മാറും, എടുത്ത് എറിയും. എത്ര ചോദ്യം? ഇതൊരു 2,10 കൊടുക്കാം നമുക്ക്. പണിയൊക്കെ കഴിഞ്ഞ് 2,10 പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇതിന് ഗ്ലാസ് മാറിയിട്ടില്ല. ഇല്ല. ഇത് 2016 മഹീന്ദ്രയുടെ ജീത്തോ ഗുഡ്സാണ് വണ്ടി. ഒറ്റ ഓണർഷിപ്പാണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്ന വർക്കെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. സീറ്റ് കവറൊന്നും അടിക്കണം. ഫ്ലോർ മാറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറക്കിയാൽ മതി അല്ലേ? ആ ഒന്ന് കഴിയാൽ മതി, വേറൊന്നുമില്ല, പാച്ച് വർക്കൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ 1,60 ചോദിക്കുന്നത്. 1,60. ആ വേറെ അപാകതകളൊന്നുമില്ല? ഒന്നുമില്ല. നിലവിലുണ്ടായിരുന്ന പണികളൊക്കെ ചെയ്തു. ഇത് 2019 വണ്ടിയാണ്. ഒരു 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ഷോറൂം കണ്ടീഷന് കിടക്കുന്ന വണ്ടിയാണ്. വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. സൂക്ഷിക്കുന്ന വണ്ടിയാണ്. ഒരു പ്രായമുള്ള വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ വണ്ടിയിലുണ്ട്. ഇത് കിലോമീറ്ററൊക്കെ ജെന്യൂൻ കിലോമീറ്ററാണ്. നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറെ വിളിച്ച് സംസാരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളായിട്ട് ഒരു തിരിമറിയും ചെയ്തിട്ടില്ല? ഇല്ല, ഒരു തിരിമറിയില്ല. റീപ്ലേസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ടയേഴ്സൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 2,85,000 രൂപ. 2,85. ഇതിപ്പോ പുതിയത് വരാൻ പോകുന്നൊക്കെ പറയുന്നുള്ളതാണോ? അതായത് ചുമ്മാ പറയുന്നത്. ഇത് വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ടൊന്നും നിർത്തിയല്ലല്ലോ. BX6 ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് നിർത്തിയല്ലേ. അങ്ങനെ നിർത്തിയ ഈ ടാറ്റ ഐറിസും ജീത്തോയും അങ്ങനെ നിർത്തിയ. അപ്പൊ ചുമ്മാ ആൾക്കാർ ഓരോ ദിവസം പോസ്റ്റിൽ പടച്ചു വിടുന്നുണ്ട്, അത് ഇറക്കുന്നു ഇത് ഇറക്കുന്നു. നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വില കൂടുതലാണ്. പിന്നെ ഇലക്ട്രിക്കൽ ഒന്നുമില്ല, അത് ഇറങ്ങാനുള്ള സാധ്യതയില്ല. അങ്ങനെ അതുകൊണ്ട് അവർ ഈ വണ്ടി നിർത്തേണ്ട കാര്യമില്ലല്ലോ. കിടക്കുന്ന മുതലിലാണോ നമുക്ക് സാധാരണ രീതിയിൽ വണ്ടികൾ കൈ കിട്ടുന്നത്? ഇത് ഒരു 90% നല്ല വണ്ടിയാണ്. ഇതാണ് വണ്ടി പുള്ളി എടുത്തുകൊണ്ട് വരുമ്പോൾ അവസ്ഥ. തന്നെ ഇവിടെയൊക്കെ ഫോറിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ബാക്ക് സൈഡ് കണ്ടീഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സ്ക്രാച്ച് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇനി ഇതാണ്ട് ഇവിടെ ഇച്ചിരി തട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം പണി എടുക്കേണ്ടി വരും. ഇത് തട്ടി നോക്കാനുള്ളതാണ്. ഇതാണ് ഇവിടെ ഇങ്ങനെ തുരുമ്പിന്റെ പ്രശ്നം. അത് തുരുമ്പല്ല, അത് ഈ പെയിന്റ് പോയതാണ്. പെയിന്റ് മൊത്തത്തിൽ അങ്ങ് ചെയ്യേണ്ടി വരും. ഫുൾ പെയിന്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള പണി അത് തന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് കിടന്ന് പെയിന്റ് പോയതാണ്. ഇത് 2019 മോഡലായിരുന്നു. 2021 ടെസ്റ്റ് ചെയ്തിരുന്ന വണ്ടിയാണ്. ബാക്കിയുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണൂലേ? അടുത്ത വീഡിയോയിൽ ഇത് കുട്ടപ്പനായിട്ട് വരും. അതൊക്കെ നോക്കിക്കോ. സീറ്റൊക്കെ മാറും. ഈ ഒരു കണ്ടീഷനാണ്. സീറ്റൊക്കെ കാറിൻ്റെ സീറ്റാക്കും. ഇതാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പൈസ ഇറങ്ങുന്നത്, പണം ഇറങ്ങുന്നത്. പെയിന്റിങ് മാത്രം 15,000 രൂപയാണ്. വണ്ടി ആവണമെങ്കിൽ നമ്മൾ വണ്ടി ആവണമെന്നുണ്ടെങ്കിൽ ഫുൾ പൈസ ഇറക്കിയാലേ ആവത്തുള്ളൂ. പിന്നെ വർക്ക്ഷോപ്പിലെ പൈസ വരും,
പെയിൻറ്റിങ് വരും, തട്ടി നോക്കുന്നതിന് പൈസ ആവും, ടയറാവും, എല്ലാത്തിനും പൈസ ആവൂലേ. പിന്നെ ടെസ്റ്റിങ്ങിന് ഇപ്പോൾ അന്യ റേറ്റല്ലേ. അതാണ് അതാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു 60, 65, 70 രൂപയോളം. 70 രൂപയിൽ നിൽക്കത്തില്ല. 180 രൂപ മേളിൽ പേപ്പറും വർക്കും എല്ലാം കൂടെ ആവും. 70 രൂപ എന്തായാലും. ഇത് 2015 ഏകദേശം 10 മാസം പേപ്പറുണ്ട്. ഇത് എല്ലാം ഉണ്ട്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആയി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടെന്നാണ് തോന്നുന്നു. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. എല്ലാ വണ്ടിക്ക് കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ പെയിൻറ്റ് എല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 2 ലക്ഷം രൂപ ചോദിക്കുന്നത്. 2 ലക്ഷം. ഇത് ഒറിജിനൽ പെയിന്റിന്റെ അതേ കളർ തന്നെയല്ലേ? അങ്ങനെ കളർ മാറ്റത്തൊന്നുമില്ലല്ലോ. ഇത് 2018 11 മാസം വണ്ടിയാണ്. ഇപ്പം നിലവിൽ പ്രൈവറ്റാണ്. ഇത് ടാക്സി ആക്കാനിട്ടിരിക്കുന്നതാണ്. ഒരു പാർട്ടി വന്നിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് കൊടുക്കും, ടാക്സി ആയിട്ട് വേണമെങ്കിൽ ടാക്സി ആയിട്ട് കൊടുക്കും. എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി. നിലവിൽ നമ്മൾ മഞ്ഞൊക്കെ അടിച്ച് നമ്പറെല്ലാം എഴുതി ഇട്ടിട്ടുണ്ട്. അവർക്ക് ടാക്സി ആക്കണമെങ്കിൽ ആക്കി കൊടുക്കാം. ഓക്കെ, വണ്ടിക്കാകെ കൊള്ളാം. ഇതിനും ടയറ് എല്ലാത്തിൻ്റെയും ടയറെല്ലാം മാറി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഒരു പാർട്ടി വരുമ്പോൾ ബാക്ക് 2 ടയർ മാറണം, അത് മാറി കൊടുക്കും. അതാ വരിക, ഓട്ടിച്ച് നോക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, പോവുക, അത്രേ ഉള്ളൂ. പല പരിപാടി അത്രേ ഉള്ളൂ. ഇത് എത്ര ചോദ്യം? ഇത് 255. 255. ഈ ബാക്ക് 2 ടയറും അത് മാറും. ഇത് 2016 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് തീർന്നു കിടക്കുക. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി 2,05,000 രൂപയ്ക്ക് കൊടുക്കും. 16 വണ്ടിയാണ്. 2016. ടയറ് ഇച്ചിരി മോശമുണ്ട് ഇതിൻ്റെ. ഏതാ ടയർ അത്യാവശ്യം ഓടാനുള്ള ടയർ കിടപ്പുണ്ട്. അല്ല, നമ്മൾ കഴിഞ്ഞ വണ്ടിയിൽ നോക്കിയപ്പം ഇത് ഓടാനുള്ള ടയറുണ്ട്. മോശമാണെങ്കിൽ മാറി കൊടുക്കും. അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,05,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. ഇത് 2017-18 വണ്ടിയാണ്. ഇതും ഇൻഷുറൻസ് തീർന്ന് കിടക്കുക. ഇൻഷുറൻസ് എടുത്ത് പേര് മാറി 2,20 കൊടുക്കും. 2,20. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പാണ്. എന്ത് ഓടി? ഇത് 1,20, 1,30 കണ്ട് ഓടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്കകം അത്യാവശ്യം കൊള്ളാം. നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 6 സീറ്റുണ്ട്. ബക്കറ്റ് സീറ്റാണ്. ടയേഴ്സ് പറയുകയാണെങ്കിൽ ഇത് കട്ട ടയറാണോ? കട്ട ടയറാണ്. യെസ്. എത്ര ചോദ്യം? എത്ര? ഇത് 2,20,000 രൂപയ്ക്ക് നമ്മൾ പേര് മാറി കൊടുക്കാം. ഇത് 2018 മഹീന്ദ്ര ജീത്തോയ സിംഗിൾ ഓണർഷിപ്പാണ്. പുതിയ 2027 ഫെബ്രുവരി വരെ പേപ്പറുണ്ട്. വണ്ടി നല്ല കണ്ടീഷൻ, അതായത് നല്ല വൃത്തി. അകമൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ആ കാര്യങ്ങൾ ഒന്നും പറയാനില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. കൊള്ളാം. നല്ല വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? നല്ല വർക്ക്. എത്ര ചോദ്യം? ഇത് 360 നമ്മൾ ചോദിക്കുന്നത്. 360. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇത് 2-2,500 രൂപ ഫിനാൻസ് കിട്ടും. ശ്രീറാം ഫിനാൻസ് ആണോ അതല്ല ബാങ്ക്? ശ്രീറാമേ ചെയ്യുന്നുള്ളൂ. ഇതും 2018. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിപ്പോൾ എല്ലി ബെയറിംഗ് മാറി കിടക്കുന്ന വണ്ടിയാണ്. പേപ്പറുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഇല്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, നീറ്റാണ്. എഞ്ചിൻ വർക്ക് ചെയ്ത വണ്ടിയാണ് ഇതിപ്പോൾ. ഓക്കെ. എത്ര ചോദ്യം? ഇത് 365. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇത് പേപ്പറുണ്ട്. 2027 ജനുവരി വരെ പേപ്പറുണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1,20 കണ്ട് ഓടിയതാണ്. 1 മേളിൽ ഓടിയതാണ്. അത് ഈ വെള്ളിമുഖ എല്ലാം അങ്ങനെയാണല്ലേ? ഏകദേശം 1 മേളിൽ ഓടി കിട്ടുള്ളൂ. അതൊക്കെ ഇതിനെന്ന് വെച്ചാൽ എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. എഞ്ചിനും ടാറ്റയുടെ എഞ്ചിൻ നല്ല എഞ്ചിനാണ്. എത്ര ചോദ്യം? ഇത് 2,35 പേര് മാറി കൊടുക്കാം. 2,35. ഇത് 2016 രജിസ്ട്രേഷനാണ്. 15 മോഡൽ മാനുഫാക്ചറിങ്ങാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. പേപ്പർ കിടപ്പുണ്ട്. ഒരു 4-5 മാസം പേപ്പറുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം പുത്തൻ ടയറുകളാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ടോപ്പൊക്കെ വർക്ക് ചെയ്ത വണ്ടിയാണ് കേട്ടോ. കണ്ട
ടോപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് കിടപ്പുണ്ട്, സീറ്റ് കവറൊക്കെ കൊള്ളാം, ആ രീതിയിൽ വണ്ടി നീറ്റാണ്. എത്രയാണ് ചോദ്യം? ഇത് 2 ലക്ഷം രൂപ. ഇതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഒറിജിനൽ ഗ്ലാസ്സാണ്. ഒറിജിനൽ ഗ്ലാസ്സാണ്. ആ, 2018 പ്രൈവറ്റ് വണ്ടിയാണ് ഇത്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് ഒന്നിനടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓണർഷിപ്പ് എത്രയാണ്? ഫസ്റ്റ് ഓണർഷിപ്പ്. ഒന്നാമത്തെ. ഈ ജീത്തോ എല്ലാം ഒന്നാമത് ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഇപ്പം സീറ്റ് വർക്കെല്ലാം ചെയ്ത് ഫുള്ള് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ശാലം മാറേണ്ടിയുണ്ട്, പൊട്ടിയിരിക്കുക. ഈ ബാക്ക് സീറ്റർ വർക്ക് ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കവർ എടുത്തിട്ടാൽ മതി. അവർ ഈ അടിച്ചപ്പം സീറ്റ് കവർ ഊരി വെച്ചു, അതിലെടുത്തിട്ടാൽ മതി. ഗ്ലാസ് ശകലം പൊട്ടിയിരിക്കുക. ഒരു പാർട്ടി ഒന്ന് കണ്ടിട്ടേ മാറത്തുള്ളൂ. എത്ര ചോദ്യം? ഇത് നമുക്ക് ടാക്സി ആക്കി കൊടുക്കണമെങ്കിൽ ടാക്സി ആക്കി കൊടുക്കാം, പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാം. പ്രൈവറ്റ് ആണെങ്കിൽ 335 കൊടുക്കാം, ടാക്സി ആണെങ്കിൽ 365 കൊടുക്കാം. 365. ഇത് 2019 വണ്ടിയാണ്. ഇതിന് ഒന്നിനകത്തേ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് നിലവിൽ പ്രൈവറ്റാണ്. കാറിൻ്റെ സീറ്റൊക്കെ ചെയ്തതാ, ഫുൾ പെയിൻറ് ചെയ്ത വണ്ടിയാണ്. കൊള്ളാല്ലേ? ആ. എത്ര ചോദ്യം? ഇത് പ്രൈവറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 380 കൊടുക്കാം, അല്ലെങ്കിൽ ടാക്സി ആണെങ്കിൽ 410 കൊടുക്കാം. 410. അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ കാണില്ല, അതിൻ്റെ കമ്പനി പ്ലാറ്റ്ഫോം. 2005 മാരുതി VXi സെന്ന്. 2031 ജനുവരി വരെ പേപ്പറുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് എൻജിൻ വർക്ക് ചെയ്ത വണ്ടിയാണ് ഇത്. VXi AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഇത് ഫൈനൽ റേറ്റ് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം, പേര് മാറി കൊടുക്കാം. 1 ലക്ഷം. ആ, ലാസ്റ്റ് പ്രൈസ് ആണോ? അതെ. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുതൽ പോലും ഇല്ല. കാര്യം ഇതിപ്പോൾ 45-50 രൂപ എൻ്റെ നിന്ന് ഇറങ്ങിയ വണ്ടിയാണ്. പണിയുണ്ടായിരുന്നു. പണിയുണ്ടായിരുന്നു. ഇത് 2017 3-ാം മാസം വണ്ടിയാണ്. 2017 രജിസ്ട്രേഷനാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ പേപ്പറുണ്ട്. 1 മേളിൽ ഓടിയതാണ് വണ്ടി. 1 മേളിൽ പോയി. ഓക്കെ, വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. ഓവറോൾ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് കിടക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു വൃത്തിയേട് കണ്ട് നമുക്ക് പറയാനൊന്നുമില്ല, അത്രയ്ക്കും വൃത്തിയായിട്ട് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 2,10,000 രൂപ. ഇത് 2014 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. പേപ്പർ 8 മാസത്തിന് മേളിൽ പേപ്പറുണ്ട്. ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. പാച്ചോർക്ക് ഉണ്ടായിരുന്ന ചെയ്യിച്ചു. വേറെ പണിഭാഗങ്ങൾ യാതൊന്നുമില്ല. ഇത് 1 മേളിൽ ഓടി. 1 മേളിൽ എന്തായാലും 1.5 അടുത്തൊക്കെ ഓടി കാണും. ഇതൊന്നും നമുക്ക് കിലോമീറ്റർ നമുക്ക് ആരെങ്കിലും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. നിലവിൽ കാണുന്ന കണ്ടീഷൻ നോക്കുക, ഏതെങ്കിലും മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. അവർക്ക് ആരാന്ന് വെച്ചാൽ ആരെ കൊണ്ടുവന്ന് വേണമെങ്കിലും കാണിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകാം. നിലവിൽ അവർ എന്നാ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് സെയിൽ ചെയ്യുന്നത്. നമുക്ക് അതിൽ കൂടുതൽ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. 100% എന്തായാലും പറയാൻ പറ്റത്തില്ലല്ലോ. കാര്യം ഇത് പഴയ വണ്ടികളാണ്, പലരും ഉപയോഗിച്ച വണ്ടിയാണ്. നമുക്ക് ഒരിക്കലും കിലോമീറ്റർ ഗ്യാരണ്ടി ഒന്നും പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. 1,70,000 രൂപ. ഇത് 2015 വണ്ടിയാണ്. ഇതും പേപ്പറുണ്ട്, വണ്ടി കണ്ടീഷനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെയെന്ന് വെച്ചാൽ ഏത് മെക്കാനിക്കിനെ വേണമെങ്കിലും അവർക്ക് കൊണ്ടുവന്ന് കണ്ട് വണ്ടി ബോധ്യപ്പെട്ടിട്ട് എടുത്തുകൊണ്ട് പോകാം. ബാക്ക് ഡിക്ക് ചെയ്ത വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ടോപ്പൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇതിനും മേൽഭാഗത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് രണ്ട് രീതിയിലാണല്ലോ ഏട്ടാ. അല്ല, കളർ വാങ്ങി പോയെന്നുണ്ട്. ഒരു മോഡലല്ല, 2 മോഡലാണ്. 2 മോഡൽ, ഇരിപ്പ് മാത്രം. ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നീറ്റായിട്ട് കൊണ്ട് ഒന്നും കുഴപ്പമില്ല. സീറ്റ് കുറച്ച് പഴകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് നമ്മൾ 2 ലക്ഷം രൂപ. 2 ലക്ഷം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറുതും വലുതുമായ വണ്ടികളുണ്ട്. 3-3.5 ലക്ഷം രൂപയുടെ വരെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തുകയ്ക്കുള്ള വണ്ടികൾ എടുക്കാനുള്ളതും ചെറിയ തുകയ്ക്ക് എടുക്കാനുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മുന്നോട്ട് ഓരോ ജീവിതമാർഗ്ഗമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ നല്ലൊരു മെക്കാനിക്കിന് എണ്ണം പറഞ്ഞ പോലെ നല്ലപോലെ പണിയറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് തൃപ്തിപ്പെട്ട് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്.
ആർക്കും അബദ്ധങ്ങളൊന്നും പറ്റാതെ നല്ല നല്ല വണ്ടികൾ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോയ്ക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കുക ചെയ്താൽ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ.